നമ്മുടെ ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസ് ആവാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷനെ കുറിച്ച്. അതുപോലെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ചോദിച്ച ഡൗട്ടിൻ്റെ ബേസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ നമ്മൾ ക്യാഷ് ഏൺ ചെയ്യണമെങ്കിൽ നമ്മൾ മെയിനായിട്ടും മീറ്റ് ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ പാർട്ട്ണർ മോണിറ്റൈസേഷൻ പോളിസി അത് ഒന്ന്, പിന്നെ ഫേസ്ബുക്കിൻ്റെ കണ്ടൻറ് മോണിറ്റൈസേഷൻ പോളിസി, പിന്നെയെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്, കോപ്പിറൈറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതായത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഫേസ്ബുക്കിൻ്റെ പാർട്ട്ണർ മോണിറ്റൈസേഷൻ പോളിസിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരിക്കും. ഈ ഫേസ്ബുക്ക് പേജ് നമ്മളത് മിക്കവാറും പേരുടേതും പേഴ്സണലായിരിക്കും. അപ്പം നമുക്ക് ഒരു ബിസിനസ് പേജ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ പ്രൊഫൈലിൽ ഒരു എക്സ്ട്രാ പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അത് പ്രൊഫഷണൽ മോഡിലാക്കാം ഒന്ന്. അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ പേജ് തന്നെ നമുക്ക് പ്രൊഫഷണൽ പേജ് ആക്കാം. അതായത് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയതിന് ശേഷം അത് പ്രൊഫഷണൽ മോഡിൽ റൺ ചെയ്യും. അപ്പം അതും നമുക്ക് നമ്മുടെ പേജിലൂടെ ഏൺ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ പേജ് നമ്മൾ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഒരു പുതിയ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഫേസ്ബുക്ക് പേജ് അറ്റ്ലീസ്റ്റ് ഒരു 30 days എങ്കിലും ആക്റ്റീവ് ആയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കണ്ടൻറ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ടൻറ് മോണിറ്റൈസേഷൻ പോളിസിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം കണ്ടൻറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അത് വീഡിയോ ആകാം, റീൽസ് ആകാം, ഇമേജ് ആകാം, ഫോട്ടോ ആകാം, ടെക്സ്റ്റ് ആകാം, ഇതൊക്കെ മോണിറ്റൈസ് ആവും. പക്ഷേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ് എന്ന് പറഞ്ഞാൽ അത് ഒറിജിനൽ കണ്ടൻറ് ആയിരിക്കണം. വേറെ വല്ലവരുടെയും ഒരു കണ്ടൻറ് എടുത്തിട്ട് കോപ്പി ചെയ്ത് നമ്മൾ അതേപോലെ പോസ്റ്റ് ചെയ്താൽ അത് ഒറിജിനൽ കണ്ടൻറ് ആവില്ല. പിന്നെ നമ്മൾ തന്നെ AI വെച്ച് ക്രിയേറ്റ് ചെയ്ത ബോട്ടിൻ്റെ ഹെൽപ്പോടെ, ചാറ്റ് ബോട്ടോ ഹെൽപ്പോടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കണ്ടൻറ്റ് അതും ഒറിജിനൽ കണ്ടൻറ്റ് ആവില്ല. അപ്പോൾ നമ്മളുടെ ഫോണിൽ നമ്മൾ ഡയറക്റ്റ് എടുത്ത വീഡിയോസോ ഇമേജസോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് റീൽസ് ആക്കാനും വീഡിയോ ആയി പോസ്റ്റ് ചെയ്യുമ്പം മോണിറ്റൈസേഷന് എലിജിബിൾ ആവുള്ളൂ. അതാണ് കണ്ടൻറ് മോണിറ്റൈസേഷനിൽ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മ്യൂസിക്, ചില മ്യൂസിക്കൊക്കെ കോപ്പിറൈറ്റ് ഉള്ള മ്യൂസിക് ആയിരിക്കും. അതുപോലെ ചില ഇമേജസും വീഡിയോസും ട്രേഡ് മാർക്ക് ഉള്ളതായിരിക്കും. അങ്ങനെയുള്ളതും മോണിറ്റൈസ് ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ മ്യൂസിക് യൂസ് ചെയ്യാതിരിക്കുക. ഇനി കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു വയലേഷൻ ചെയ്താൽ അത് നമ്മളുടെ മോണിറ്റൈസേഷനെ ഇന്നെലിജിബിൾ ആക്കും. അതായത് ഒരു ഹെയ്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട്, അങ്ങനെയുള്ള അതായത് കമ്മ്യൂണിറ്റിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ബിഹേവിയറുകളെ കാണിക്കുന്ന വീഡിയോസോ റീൽസോ ഇമേജസോ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് അത് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്താൽ അതൊരിക്കലും മോണിറ്റൈസ്ഡ് ആവില്ല. ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള നമ്മളുടെ ചാനൽ ഇന്നെലിജിബിൾ ആവും. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളുടെ ഫേസ്ബുക്കിലൂടെ മോണിറ്റൈസ് ആവാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം നമ്മൾ ഒറിജിനൽ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യാം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മളുടെ ഓഡിയൻസ് അവർ എൻഗേജ് ചെയ്ത് വെക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടാക്ടിക്സ് ഒത്തൻറ്റിക് ആയിരിക്കണം. അതായത് ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ചിലപ്പോൾ അറ്റ് എ സ്ട്രെച്ച് ഞാനൊരു 50 ഗ്രൂപ്പിലേക്കൊക്കെ സെൻഡ് ചെയ്യും. അപ്പോൾ ഈ 50 ഗ്രൂപ്പിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുമ്പം അത് ഫേസ്ബുക്ക് സ്പാമായിട്ട് കണക്കാക്കും. അപ്പോൾ അതിനെ ഫ്ലാഗ് ചെയ്യും. ഫ്ലാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ കുറച്ച് പോസ് ചെയ്ത് വെക്കും നമ്മളുടെ ആ പേജ്, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ അവർ കുറച്ച് കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ ഒത്തൻറ്റിക് ആയിരിക്കണം. അതായത് എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ആക്ഷൻസ് ഒത്തൻറ്റിക് ആയിരിക്കണം. അറ്റ് എ ടൈം നമുക്കൊരു 3 ഗ്രൂപ്പ്സ് 3 ഷെയർ ഒക്കെ ചെയ്യാൻ പറ്റും. 3 to 5 ഈസ് ഓക്കെ, 10 മാക്സിമം. അതിൽ കൂടുതൽ നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. മറ്റൊരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസ്ഡ് ആണോ എന്നുള്ളതാണ്. അതിന് നമ്മൾ ഫേസ്ബുക്കിൻ്റെ പ്രൊഫഷണൽ മോഡിൽ പോയിട്ട് കണ്ടൻറ് മോണിറ്റൈസേഷനിൽ അത് മോണിറ്റൈസ്ഡ് ആണോ എന്ന് നമുക്ക് അവിടെ ചെക്ക് ചെയ്യാൻ കഴിയും. ഇനി മോണിറ്റൈസ്ഡ് ആണെങ്കിലും
അതിൻ്റെ അപ്ഡേറ്റ്സും അതുപോലെ അതിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു സ്ട്രക്ചർ നമുക്ക് പ്രൊഫഷണൽ മോഡിൽ പോയി നോക്കിയാലാണ് മനസ്സിലാവുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് ഫേസ്ബുക്ക് ഫ്ലാഗ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പ്രശ്നമില്ലാത്ത കണ്ടൻറ്റാണ് ഫേസ്ബുക്ക് ഫ്ലാഗ്ഡ് ചെയ്തെങ്കിൽ നമുക്ക് എപ്പീലിന് പോവാം. എപ്പീലിന് പോകാമെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിനോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അതായത് എൻ്റെ പേജിൽ ഇങ്ങനെ പ്രോബ്ലംസ് ഒന്നുമില്ല, പ്ലീസ് ചെക്ക് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് അറിയാത്തവർ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അതല്ലേ ഒരു കമൻറ്റ് ഇട്ടാൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫേസ്ബുക്കിലൂടെ ഏൺ ചെയ്യുന്നതിന് ജനറലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങൾ, അതായത് സ്പെഷ്യലായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ്റെ അപ്ഡേറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ നിങ്ങളുടെ കമൻറ്റിലൂടെ ചോദിക്കൂ.